എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നറിയാമോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, എങ്ങനെ ഒരു തുടക്കക്കാരനായിട്ടുള്ള ഒരാൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ അഫിലിയേറ്റ് പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാം, എങ്ങനെ പൈസ ഉണ്ടാക്കാം. ഈ 4 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ആദ്യമായിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കമ്മീഷൻ സിസ്റ്റം ഇല്ലേ, അത് തന്നെയാണ് ശരിക്കും അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. നമ്മളൊരു പ്രൊഡക്റ്റ് മറ്റൊരാൾക്ക് സജസ്റ്റ് ചെയ്യുന്നു, അയാൾ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെല്ലർ നമുക്കൊരു എമൗണ്ട് കമ്മീഷനായിട്ട് തരും. ഇപ്പോൾ നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഷെയർ എ സെയിൽ, ക്ലിക്ക് ബാങ്ക് അങ്ങനെയുള്ള കുറച്ച് സൈറ്റുകളാണ്. ആസ് എ ബിഗിനർ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആമസോൺ അസോസിയേറ്റിൻ്റെ അഫിലിയേറ്റ് പ്രോഗ്രാം വെച്ചിട്ടാണ്. സോ അതിലാകുമ്പോഴത്തേക്കും അപ് ടു 10% നമ്മളൊരു പ്രൊഡക്റ്റിൽ നമുക്ക് കമ്മീഷൻ ഏൺ ചെയ്യാൻ പറ്റും. ക്ലിക്ക് ബാങ്ക് ഒക്കെ താരതമ്യേന കമ്മീഷൻ കൂടുതലുള്ള പ്ലാറ്റ്ഫോമാണ്. നമുക്ക് $40-50 പെർ സെയിലിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽ കിട്ടാൻ കുറച്ച് പാടാണ്. ആസ് എ ബിഗിനർ നമുക്ക് ആമസോൺ അഫിലിയേറ്റ് വെച്ചിട്ട് തുടങ്ങാം. അതാകുമ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയാസ് ഒക്കെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ അപ്രൂവലും കിട്ടും. സോ എങ്ങനെ നമുക്ക് ആമസോൺ അഫിലിയേറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കാം. ആമസോൺ അഫിലിയേറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആമസോൺ അസോസിയേറ്റ്സ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ചോദിക്കും. നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് എവിടെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് അറിയാനാണ്. സോ നമുക്കൊരു വെബ്സൈറ്റോ യൂട്യൂബ് ചാനലോ ഒന്നും സ്വന്തമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ URL അല്ലേ, അതോ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ URL കൊടുത്താൽ മതി. കാരണം ഇവർ ഇത് ചോദിക്കുന്നത് എവിടെയാണ് നമ്മൾ ഈ സാധനം പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോട്ട് ചെയ്യാം, നമ്മുടെ വാട്സപ്പിൽ പ്രൊമോട്ട് ചെയ്യാം, ഇമെയിൽ അയക്കാം, എന്തുവേണമെങ്കിലും നമുക്ക് ചെയ്യാം. എങ്ങനെയെങ്കിലും നമ്മൾ സെയിൽ ഉണ്ടാക്കിയാൽ മാത്രം മതി. ഓക്കെ, അങ്ങനെ അവിടെ നമ്മളുടെ ലിങ്ക് കൊടുക്കുക, ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കുക, ദെൻ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ നമുക്ക് അഫിലിയേറ്റ് പ്രോഗ്രാം അപ്രൂവ് ആയി കിട്ടുന്നതാണ്. സോ അഫിലിയേറ്റ് പ്രോഗ്രാം അപ്രൂവ് ആയി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കമ്പ്യൂട്ടർ വഴിയാണ് ആക്സസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ വെബ്സൈറ്റിൻ്റെ ടോപ്പിലായിട്ട് സൈറ്റ് സ്ട്രൈപ്പ് എന്ന് പറയുന്നൊരു ബാറും കൂടെ കാണും. അതുവഴി നമുക്ക് ഏത് പ്രൊഡക്റ്റിൻ്റെ പേജിൽ കയറി കഴിഞ്ഞാലും ക്വിക്കായിട്ട് ആ ഒരു അഫിലിയേറ്റ് ലിങ്ക് എടുക്കാൻ പറ്റും. ആ ഒരു അഫിലിയേറ്റ് ലിങ്ക് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് അയച്ചു കഴിഞ്ഞാലും അയാൾ ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം വേറെ എന്ത് പ്രൊഡക്റ്റ് പർച്ചേസ് കഴിഞ്ഞാലും നിങ്ങൾക്കൊരു എമൗണ്ട് കമ്മീഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ അങ്ങനെയാണ് ആമസോണിൻ്റെ അഫിലിയേറ്റ് വർക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ മൊബൈൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ ആമസോണിൻ്റെ അസോസിയേറ്റിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അകത്ത് തന്നെ വെച്ച് നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്ന പ്രോഡക്റ്റിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് എല്ലാവരുടെയും സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആദ്യമായിട്ട് നമുക്കൊരു സെയിൽ ഉണ്ടാക്കാമെന്നാണ്. നമുക്കതിന് സിമ്പിളായിട്ട് കുറച്ച് മെത്തേഡ്സ് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വായിച്ചിട്ടുള്ള ഒരു ബുക്കാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ആ ബുക്കിനെ പറ്റി നിങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നൊരു ബുക്കാണെന്ന് വിചാരിക്കുക. ആ ഒരു ബുക്കിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് നിങ്ങൾ എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ബുക്കിൻ്റെ ഇമേജും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ ജസ്റ്റ് ചെറിയൊരു രീതിയിൽ റിവ്യൂ എഴുതുക. അല്ല, കിടിലൻ ബുക്കാണ്, ഞാൻ വായിച്ചാണ്, അടിപൊളിയാണ്, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ അത് സൈഫൈ നോവലാണെന്നുണ്ടെങ്കിൽ സൈഫൈ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ചെക്കൗട്ട് ചെയ്യുന്ന കിടിലൻ ബുക്കാണ്. അല്ലെങ്കിൽ ഇതൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറി ആണെങ്കിൽ ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ബുക്കാണ്. ലിങ്ക് ഇത് ആമസോണിൽ അവൈലബിൾ ആണ്, ലിങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുന്ന ബുക്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഏതാണ് ബുക്ക്, അല്ലെങ്കിൽ ഇത് എവിടെ ലിങ്ക് കിട്ടുമെന്ന് ചോദിച്ചിട്ട് മറ്റുള്ള ആൾക്കാർ നിങ്ങൾ സ്റ്റാറ്റസ് ഇടുന്ന സമയത്തോ അല്ലെങ്കിൽ പോസ്റ്റ് ഇടുന്ന സമയത്തോ ഒക്കെ ചോദിക്കുന്നവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ അവർ ആ ലിങ്ക് വഴി ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എമൗണ്ട്, അതായത് ബുക്കൊക്കെ ആണെങ്കിൽ 10% വരെ നമുക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നതാണ്. അതുമല്ല, അന്നത്തെ ദിവസം വിത്തിൻ 24 hours അവർ ആമസോണിൽ നിന്ന് എന്ത് പ്രൊഡക്റ്റ് പർച്ചേസ് കഴിഞ്ഞാലും നിങ്ങൾക്കൊരു കമ്മീഷൻ കിട്ടും. അത് താരതമ്യേന ചെറിയൊരു എമൗണ്ട് ആയിരിക്കും, എന്നാലും ആസ് ആൻ അഫിലിയേറ്റ് മാർക്കറ്റർ അത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗേൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ടും മേക്കപ്പ് ഐറ്റംസ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നവരാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റുകൾ അവരുടെ കൂട്ടുകാർക്ക് സജസ്റ്റ് ചെയ്യാം. അവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഇന്നാന്ന് പറയുമ്പോൾ അവർ ജസ്റ്റ് ലിങ്ക് അയച്ചു കൊടുക്കുന്ന ഈ അഫിലിയേറ്റ് ലിങ്ക്സ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യും, ഇവർക്ക് ഈ ഒരു എമൗണ്ട് കമ്മീഷനായിട്ട് കിട്ടുകയും ചെയ്യും. സോ അങ്ങനെ ഒക്കെ പൈസ ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ഓൾമോസ്റ്റ് 10,000 രൂപയോളം ആമസോൺ അസോസിയേറ്റ് വഴി ഏൺ ചെയ്തിട്ടുണ്ട്. സോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോർമലി ഗെയിമിംഗ് PCs ഒക്കെ ബിൽഡ് ചെയ്യും. സോ ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അവരോട് ഞാൻ ബഡ്ജറ്റ് എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ അവർ ബഡ്ജറ്റ് പറയുന്നതനുസരിച്ച് അതിനുള്ള സാധനങ്ങൾ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഞാൻ എൻ്റെ അഫിലിയേറ്റ് ലിങ്ക് കാണിക്കും, അവർക്ക് ഷെയർ ചെയ്യാം. സോ അവർ ആ ലിങ്കുകൾ വെച്ചിട്ട് ആ ഐറ്റംസ് പർച്ചേസ് ചെയ്യും, ആ ഐറ്റംസ് എനിക്ക് കൊണ്ടുവരികയും ചെയ്യും. ഞാൻ അത് വെച്ചിട്ടൊരു കിടിലൻ ഗെയിമിംഗ് PC അവർക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. സോ ഈ സമയത്ത് എനിക്ക് ഈ പ്രൊഡക്റ്റുകൾ അവർ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു അഫിലിയേറ്റ് കമ്മീഷൻ കിട്ടും. അങ്ങനെയാണ് ഞാൻ 10,000-ഓളം രൂപ അഫിലിയേറ്റ് ഏണിങ്സ് ആയിട്ട് ആമസോൺ അഫിലിയേറ്റ് വഴി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ എൻ്റെ ഒരു വെബ്സൈറ്റിൽ
ഞാൻ കുറച്ച് ബുക്സൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ലിങ്കുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴിയും എനിക്ക് ചെറിയ ചെറിയ എമൗണ്ട്സ് കിട്ടാറുണ്ട്. സോ അങ്ങനെയാണ് ആസ് എ ബിഗിനർ എന്നുള്ള രീതിയിൽ ഫ്രം ടുഡേ നിങ്ങൾക്ക് ഏൺ ചെയ്ത് തുടങ്ങാൻ പറ്റുന്നത്. എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് അഫിലിയേറ്റ് ലിങ്ക് യൂസ് ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ 1-2 കാര്യങ്ങൾ എനിക്കിവിടെ പറയാനുള്ളത്. ഒന്ന്, നിങ്ങൾ തന്നെ ഇപ്പം നിങ്ങളുടെ അഫിലിയേറ്റ് അക്കൗണ്ട്, അപ്പം നിങ്ങളുടെ ഐഡിയിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ ഈ സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷനൊന്നും കിട്ടില്ല. അതായത് നിങ്ങൾ ആ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾ തന്നെ പർച്ചേസ് കഴിഞ്ഞാൽ കമ്മീഷൻ കിട്ടില്ല. രണ്ടാമത്തെ കാര്യം, 3 മാസത്തിനുള്ളിൽ ഫസ്റ്റ് സെയിൽ അഫിലിയേറ്റ് രീതിയിൽ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ ആമസോൺ അസോസിയേറ്റിൻ്റെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആയിപ്പോകും. സോ വിത്തിൻ 3 months ആ ഫസ്റ്റ് സെയിൽ നിങ്ങൾ നടത്തിയിരിക്കണം. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപയാണ് മിനിമം വിഡ്രോവൽ. സോ നിങ്ങളിപ്പം ഈ മാസം നിങ്ങൾക്ക് 1000 രൂപ തികഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 മാസം എടുക്കും ചിലപ്പം ഈ എമൗണ്ട് ബാങ്കിലേക്ക് വരാൻ വേണ്ടി. 1 മാസമൊക്കെ ഏകദേശം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ എമൗണ്ട് വിഡ്രോ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വരിക. സോ അത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട്. പിന്നെ ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ, നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റുകൾ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫോൺ നല്ല ഫോണാണ്, നിങ്ങൾ കൂട്ടുകാർക്ക് സജസ്റ്റ് ചെയ്യൂ, ആ ലിങ്ക് കൊടുക്കൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെഡ്ഫോൺസ് എന്തോ ആവട്ടെ, എന്തിനാണെങ്കിലും നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക്സ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയൊരു രീതിയിലുള്ള കമ്മീഷൻ ഏൺ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ആസ് എ ബിഗിനർ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു റിവ്യൂ ചാനലൊക്കെയാണ്, ഇപ്പം യൂട്യൂബിലൊക്കെ ഒരുപാട് റിവ്യൂവേഴ്സ്, ഒരുപാട് ടെക്കൊക്കെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവരുടെയൊക്കെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് മേ ബി അഫിലിയേറ്റ് വഴിയായിരിക്കും. അതായത് അവർ റിവ്യൂ ചെയ്യുന്ന പ്രോഡക്റ്റ് ഓരോ ആൾക്കാർ ആമസോണിലൊക്കെ പോയി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അഫിലിയേറ്റ് വഴി അവർക്കൊരു കമ്മീഷൻ കിട്ടും. ആ ഒരു കമ്മീഷൻ കൊണ്ടാണ് അവർ പുതിയ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുകയും പിന്നെയും പുതിയ ഐറ്റംസ് റിവ്യൂ ചെയ്യുകയും ചെയ്യും. സോ അവർക്ക് അങ്ങനെയാണ് കൂടുതൽ ഏണിങ്സ് അവരുണ്ടാക്കുക. മോർ ദാൻ ആഡ്സെൻസ് അവർക്ക് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി ഏൺ ചെയ്യാൻ പറ്റും. സോ ആസ് എ ബിഗിനർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു പ്രോഗ്രാമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം. നിങ്ങൾക്കൊരു നീച്ച് സെലക്ട് ചെയ്തിട്ട്, നിങ്ങൾ ഒരുപാട് വായിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്സ് റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്തിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ തന്നെ ഒരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുക. അവർക്ക് ഈ സാധനം സെല് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാം. ആ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബ്ലോഗിൻ്റെ അകത്ത് ബുക്സിൻ്റെ റിവ്യൂസ് തന്നെ ഇടാം. ബുക്സിൻ്റെ റിവ്യൂസ് ഇട്ടിട്ട് അഫിലിയേറ്റ് ലിങ്കും കൂടെ ആഡ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാം. പക്ഷേ ആസ് എ ബിഗിനർ ആമസോൺ അസോസിയേറ്റിൽ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് കുറച്ചൊക്കെ എന്തെങ്കിലും ഏൺ ചെയ്ത് എന്തെങ്കിലും ഒരു സക്സസ് റേറ്റ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെയാണ്, ഇത് പറ്റുന്ന കാര്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായതിന് ശേഷം അടുത്ത ലെവലിലേക്ക് പോകാം. സോ അങ്ങനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.